ഹലോ എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ നോട്ട്സും സമ്മറിയും ആക്ടിവിറ്റീസും നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടന്നാലോ. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗസ്, ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ചാപ്റ്ററിലെ നമ്മൾ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരുടെ ആ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബോത്ത് 17 years ഓൾഡ്, ലിവ്ഡ് ഇൻ മാൻഹട്ടൻ. 17 വയസ്സാണ് രണ്ടുപേർക്കും. അതുപോലെ തന്നെ അവർ ജീവിക്കുന്നത് മാൻഹട്ടനിലാണ്. അതുപോലെ തന്നെ ഷെയർഡ് എ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് റിയൽ ബ്രദേഴ്സ്. അവർ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഏതുപോലെ ഒറിജിനൽ ബ്രദേഴ്സ് ആണെന്ന് തോന്നും അല്ലെ. റിയൽ ബ്രദേഴ്സിന് പോലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ ഉണ്ട്. ഫിസിക്കൽ അപ്പിയറൻസ് കാണാൻ എങ്ങനെയാണ്? ആന്റോണിയോ വാസ് ഫെയർ, ടോൾ ആൻഡ് ലങ്കി. ഇവരെങ്ങനെയാണ് കാണാന്? ആള് ഭയങ്കര വെളുത്തിട്ട് അതുപോലെ നല്ല നീളമുണ്ട്, കുറച്ച് മെലിഞ്ഞിട്ടാണ് അല്ലെ, മെലിഞ്ഞ് നീളമുള്ള ആളാണ് ആന്റോണിയോ. ഫെലിക്സ് എങ്ങനെയാണ്? കുറച്ച് ഡാർക്ക് ആണ്, ഷോർട്ട് ആണ് ആൻഡ് ഹസ്കി, കുറച്ചൊരു പരുഷായിട്ടുള്ള ഒരാളാണ്. ഷെയർഡ് ഡ്രീം, എന്താണ് അവരുടെ ഡ്രീം? ബോത്ത് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻസ് ആൻഡ് ട്രെയിൻഡ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. അവർക്ക് എന്താണ്? ബോക്സിംഗ് ചാമ്പ്യൻസ് ആവണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവര് ട്രൈ ചെയ്യുന്നുണ്ട്. Passion for boxing. They worked out together at the boys' club and gym, collected fight magazines and followed boxing matches closely. അവർക്ക് ഭയങ്കര പാഷനാണ് ഈ ഒരു ബോക്സിങ്ങിനോട്. അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് ജിമ്മിന് പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫൈറ്റ് മാഗസിൻസ് ഒക്കെ കളക്ട് ചെയ്യുക, പിന്നെ അതുപോലെ മാച്ചസ് എല്ലാം കാണുക. ഇവർ ഭയങ്കരമായിട്ട് അത്രയും ഡീപ്പായിട്ടാണ് ഇവർക്ക് ഈ ഒരു ബോക്സിങ്ങിനോടുള്ള പാഷന്. ദ കോൺഫ്ലിക്റ്റ്, ഇതിലുള്ള കോൺഫ്ലിക്റ്റ് എന്താണ്? ആഫ്റ്റർ വിന്നിംഗ് സെവറൽ എലിമിനേഷൻ ബോർഡ്സ് ദേ ലേൺ ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദി ഡിവിഷൻ ഫൈനൽസ്. ഇനിയുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാല് ഇവർ ഒരുപാട് എലിമിനേഷൻ റൗണ്ട് ഒക്കെ ഇവർ ജയിച്ചിട്ടുണ്ട്. ഇനി ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം മത്സരിക്കേണ്ട ഒരു ഫൈനൽ റൗണ്ടിലേക്കാണ് വരുന്നത്. ആ ഒരു ടൈമിൽ എ വാൾ ബിറ്റ്വീൻ ദം, അവർക്കിടയിൽ ഒരു വാള്. അവരുടെ ഇമോഷണൽ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫിസിക്കലി ഒരു വാൾ വരുന്നതെന്നല്ല, ഇമോഷണലി ഒരു വാള് വരുന്നതെന്നാ പറയുന്നത്. ദോ ദേ കണ്ടിന്യൂഡ് ട്രെയിനിങ് ടുഗെദർ ദേ ബിഗാൻ ടു ഫീൽ എ ബാരിയർ റൈസിംഗ് ഇൻ ദയർ ഫ്രണ്ട്ഷിപ്പ് ബിക്കോസ് ഓഫ് ദി അപ്കമിങ് ഫൈറ്റ്. ഈ ഒരു വരാനുള്ള ആ ഒരു ഫൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവർക്കിടയിൽ ഒരു ബാരിയർ, ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് അല്ലെ. അവരുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ചെറുതായിട്ടൊരു വിള്ളൽ വീഴുന്ന പോലെ. ഒരുമിച്ച് തന്നെയാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും കൂടിയിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യാണ് അവരുടെ ഉള്ളിൽ ഒരു തടസ്സം പോലെ, ഒരു ബാരിയർ, ഒരു വാള് വളരുന്ന പോലെ, അവർക്കിടയിൽ പരസ്പരം ഒരു മതിലുള്ളത് പോലെ. The tough conversation. Less than a week before the fight, they discussed the situation honestly and decided to fight fairly without holding back. ഒരു ടഫ് കോൺവെർസേഷൻ നടക്കുകയാണ്. ഒരു വൺ വീക്ക് മുന്നേ തന്നെ അവർ ഡിസ്കസ് ചെയ്യാണ് ആ ഒരു സിറ്റുവേഷന് സത്യസന്ധമായിട്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും ഫ്രണ്ട്സ് ആണ്, അത്രയും പാഷൻ ഉണ്ട് അവർക്ക് ആ ഒരു ബോക്സിങ്ങിനോട്. രണ്ടുപേർക്കും ചാമ്പ്യൻ ആവണം, പക്ഷെ ഒരാൾക്കേ വിന്നർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വരുന്ന ഒരു ഇമോഷണലി ഉള്ള ആ ഒരു അകൽച്ച, ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തീരുമാനിക്കുന്നുണ്ട് ഫൈറ്റ് ഫെയർ ആയിട്ട് തന്നെ കളിക്കാം, അതിലൊരു വിട്ടുവീഴ്ചയും കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ടെമ്പററി സെപ്പറേഷൻ. ടു സ്റ്റേ ഫോക്കസ്ഡ്, ഫെലിക്സ് വെന്റ് ടു ഹിസ് ഓൺ ലൂസീസ് ഇൻ ദി ബ്രോങ്സ്. ആന്റോണിയോ സ്റ്റേഡ് ഹോം ട്രൈങ് ടു ക്ലിയർ ഹിസ് മൈൻഡ്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ഒരു സെപ്പറേഷൻ. ഒരാൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലിക്സ് ലൂസി ആന്റിന്റെ വീട്ടിലേക്കും പോവാണ്. അതുപോലെ തന്നെ ആന്റോണിയോ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആന്റോണിയോ മൈൻഡ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവി ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു മൂവി കാണുന്ന സമയത്തൊക്കെ റിലാക്സ് ആവുന്നതിന് പകരം അവൻ ആ ഫൈറ്റിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അവൻ ഇമാജിൻ ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. നൈറ്റ് ബിഫോർ ദി ഫൈറ്റ് ബോത്ത് സ്ട്രഗിൾഡ് വിത്ത് ഇമോഷൻസ്, പ്രേഡ് ഫോർ ആൻ ഏർലി നോക്കൌട്ട് ടു അവോയ്ഡ് ഹേർട്ടിംഗ് ഈച്ച് അതർ ആൻഡ് മെന്റലി പ്രിപ്പയർഡ്. ആ ഒരു ഫൈറ്റിന്റെ മുന്നേ ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു നൈറ്റ് രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും
ആ ഒരു തന്റെ ഫ്രണ്ടിനെ എന്താണ് ഹേർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല. അവർ രണ്ടുപേരും പ്രേ ചെയ്യുന്നത് എന്താണ് ഏർലി നോക്കൗട്ട്. അതായത് എന്താണ് ഒരുപാട് സമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇങ്ങനെ ഉപദ്രവിക്കാതെ വേദനയാക്കാതെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കളി അവസാനിച്ച് ഒരാൾ ജയിച്ചിരുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. The fight day, Tompkins Square Park was packed with supporters. Antonio and Felix, both popular in the neighborhood, were introduced proudly. രണ്ടുപേരെയും ക്ഷണിക്കുകയാണല്ലേ. അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ഒരുപാട് സപ്പോർട്ടേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് എങ്ങനെയായിരുന്നു? The fight began fiercely. Antonio used his long reach with quick jabs while Felix attacked with പവർ പഞ്ചസ് അറ്റ് ക്ലോസ് റേഞ്ച്. രണ്ടാളും രണ്ട് സ്ട്രാറ്റജി ആണല്ലേ യൂസ് ചെയ്തിട്ടുള്ള. ഒരാൾ ക്വിക്ക് ജാബ്സ് ആണ്, ഒരാൾ എന്താണ് ക്ലോസ് റേഞ്ചിലുള്ള പവർ പഞ്ചസ് ആണ്. സെക്കൻഡ് റൗണ്ടിൽ എന്താണ് ദ ഫൈറ്റ് ഗ്രൂ മോർ ഇന്റൻസ് വിത്ത് ബോത്ത് ലാൻഡിങ് ഹെവി ബ്ലോസ്. ഈച്ച് ഫെൽറ്റ് ദി അതേഴ്സ് ദ ട്രൂ സ്ട്രെങ്ത്. എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് റൗണ്ടില് കുറച്ചുകൂടി ഭയങ്കര സീരിയസ് ആവുകയാണ്. രണ്ടുപേരും അവരുടെ എന്താണ് ഫുൾ പവർ പുറത്തെടുത്തിട്ടാണ് അവര് ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും മറ്റേ ആളുടെ പവർ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് പറയുന്നത് സെക്കൻഡ് റൗണ്ടില്. തേർഡ് റൗണ്ടിൽ ദേ ഫൗട്ട് ടോ ടു ടോ, ഇഗ്നോറിംഗ് ദി ക്രൗഡ് ആൻഡ് ഈവൻ ദി റെഫറി സിഗ്നൽ, ഡെലിവറിംഗ് സാവേജ് പഞ്ചസ് അണ്ടിൽ സെപ്പറേറ്റഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? തേർഡ് റൗണ്ടിൽ അവർ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ആണല്ലേ. ബാക്കിയുള്ള ക്രൗഡിന്റെ റിയാക്ഷന് നോക്കുന്നില്ല, അതുപോലെ റെഫറിന്റെ സിഗ്നൽസ് മൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർ ഭയങ്കരമായിട്ട് എന്താണ് ഫൈറ്റിലാണ്. അവരെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നവരെ. അൺബ്രോക്കൺ ബോണ്ട്. ആഫ്റ്റർ ദി ഫൈനൽ ബെൽ, ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട്സ്, ആന്റോണിയോ ആൻഡ് ഫെലിക്സ് എംബ്രേസ്ഡ്, ഷോയിങ് ദെയർ ഫ്രണ്ട്ഷിപ്പ് വാസ് സ്ട്രോങ്ങർ ദാൻ റൈവൽറി. എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഫൈനൽ ബെല്ലിന്റെ സമയത്ത് ഈ ഒരു റെഫറി എന്താണ് ഭയങ്കരമായിട്ട് ട്രബിളിലാണ്. കാരണം ഇവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫൈനൽ ബെല്ല് കഴിഞ്ഞ സമയത്ത് എന്താണ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആന്റോണിയോ ഫെലിക്സും എന്താണ് ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് എന്താണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അവരെന്താണ് അവർക്കൊരു ദേഷ്യമോ കാര്യമോ ഒന്നുമില്ല. അവർ രണ്ടുപേരും ഹഗ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ കാണിക്കുന്നത്. അവരെന്ത് ചെയ്യാണ്? അവരാ റിംഗിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാണ്. They left the ring arm in arm, proving that true friendship and respect outweigh personal victory. ഈ മാച്ചിലെ വിന്നറെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആയപ്പോഴേക്കും എല്ലാ ആൾക്കാരും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ആന്റോണിയോയും ഫെലിക്സും എന്താണ് അവിടുന്ന് ഓൾറെഡി റിങ്ങിൽ നിന്നും ഒരുമിച്ച് കൈയും പിടിച്ച് പോയിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ബോണ്ട്, അതായത് ഈ ഒരു ഗോൾഡൻ ഗ്ലോവ്സ് ടൈറ്റിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്, എത്രയോ വാല്യൂ ഉണ്ട് അവരുടെ ആ ഒരു ബോണ്ടിന് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് തന്നെ എന്താണ് ഒരു പവർഫുൾ മെസ്സേജ് ആണ്. എന്ത് ഫ്രണ്ട്ഷിപ്പാണ് എന്ത് റിയൽ വിക്ടറി എന്ന് പറയുന്നത് അല്ലെ. ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വാല്യൂ ആണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. രണ്ടുപേർക്കും ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ എന്താണ് അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിനേക്കാൾ അവര് വാല്യൂ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു സ്പോർട്സ്മാൻഷിപ്പും അതുപോലെ ലോയാലിറ്റിയും വാല്യൂ ഓഫ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ ദി ഐഡിയ ദാറ്റ് വിന്നിങ് ഈസ് നോട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു വിന്നിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ, മറ്റുള്ളവർക്കുള്ള ആ ഒരു ലവും റെസ്പെക്റ്റും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഈ ഒരു വിന്നിങ് എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ കണ്ടുല്ലേ, അവർ രണ്ടുപേരും വിന്നർ ആരാന്ന് പോലും നോക്കാതെയാണ് കൈപിടിച്ച് നടന്നിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും ഒക്കെ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതുകൊണ്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എക്സാമിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാം. നന്നായിട്ട് എഴുതുക.